ഇപ്പോഴത്തെ യുദ്ധം കൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും കുറേ ഗുണങ്ങളുണ്ടാവും. ഒന്ന്, നമ്മളുടെ കഴിവ്, നമ്മളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കഴിവിനെ. രണ്ട്, നമ്മളുടെ മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന പല സാധനങ്ങൾക്കും മാർക്കറ്റിന് കൂടും. കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മുന്നോട്ട് വരും. അതുപോലെ നമ്മളുടെ ശത്രുക്കൾ ആര് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യക്കകത്ത് എല്ലാവരും തമ്മിലൊരു ഐക്യമുണ്ടായി. പാകിസ്ഥാനെ തോൽപ്പിക്കണമെന്ന് കാശ്മീരിലുള്ളവരും പഞ്ചാബിലുള്ളവരും അതുപോലെ തമിഴ്നാട്ടിലുള്ളവരും, തമിഴ്നാട്ടിലെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ വലിയൊരു ഒരു ജാഥ തന്നെ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു ഐക്യം ഇന്ത്യക്കകത്തുണ്ടായി. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് തീർച്ചയായിട്ടും കുറേയധികം ഗുണങ്ങളുണ്ട്. ഇനി കാശ്മീരിലെ തീവ്രവാദി പ്രവർത്തനം നടത്താൻ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുടെ സഹായത്തോടെ ആസൂത്രണത്തോടെ നടത്താൻ പെട്ടെന്നൊന്നും അവർ ധൈര്യപ്പെടത്തില്ല. ഓപ്പറേഷൻ സിന്ദൂർ തീർച്ചയായിട്ടും വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. സുരക്ഷിതത്വം ഇന്ത്യയിൽ കൂടത്തേ ഉള്ളൂ. ഇന്ത്യയോട് പെട്ടെന്ന് ആക്രമിക്കാനോ അല്ലെ തീവ്രവാദ ആക്രമണം നടത്താനോ ആരും പെട്ടെന്ന് മുതിരത്തില്ല എന്നുള്ളതൊക്കെ ഈ അടുത്ത കാലത്തെ ഈ ഒരു പ്രത്യാക്രമണത്തിന് നമുക്കുണ്ടായ ഗുണങ്ങൾ മാത്രമാണ്.